ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴി റിയാക്ഷൻ ആണ്. അത്രയല്ല, സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. കാണണ്ടേ? ഭയങ്കര ആവേശം. തീർച്ചയായിട്ടും. എന്തായാലും സിനിമ ഡിസംബർ 18 റിലീസിനെത്തും. ധനഞ്ജയ് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ദിലീപാണ് നായകൻ. ലാലേട്ടൻ ഒരു കാമിയോ വേഷം ചെയ്യുന്നുണ്ട്. കൂടാതെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും, പിന്നെ സാൻഡി മാസ്റ്റർ ഉണ്ട്. പിന്നെ വേറെ ആരൊക്കെയുണ്ട്? ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഇനി ഇതിനകത്ത് കാണാം. എന്തായാലും കുറച്ചെന്തായാലും മുഖം വെറുതെ ഒന്നിങ്ങനെ കാണിച്ചു പോകുമായിരിക്കും. എന്തായാലും ഗോപി സുന്ദറാണ് ഇതിന്റെ മ്യൂസിക് ഒരുക്കുന്നത്. സിനിമയുടെ, അതായത് സിനിമയുടേത് മാത്രമല്ല, ഈ ഒഫീഷ്യൽ ട്രെയിലറിൻ്റെതും ആളുടേതാണ് മ്യൂസിക്. ഞാൻ മറ്റൊരു കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവര് കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ലാലേട്ടന്റെ ഒരു ഷോട്ട്. എന്തായാലും അതിനുള്ള തെളിവ് ആൾറെഡി വന്നു കഴിഞ്ഞു. അതായത് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ലാലേട്ടനാണ്, നോ ഡൗട്ട്. പിന്നെ ലാലേട്ടൻ ഈ ഒരു മാല ഇട്ടിട്ട് ഇതിന് മുൻപ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. സത്യം. അല്ലെങ്കിലും ആ നെഞ്ച് കണ്ട അറിഞ്ഞൂടെ അത് ലാലേട്ടനാണെന്ന്. എന്താണെങ്കിലും ട്രെയിലർ കാണാം. ഓക്കെ, കുറെ ആൾക്കാർക്ക് നെഞ്ചത്ത് കിട്ടിയിട്ടുണ്ടോ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും അപ്പോ ട്രെയിലർ കാണാം. ഓക്കെ, ഗോപി സുന്ദറിന്റെ തിരിച്ചുവരവാണ്. ഇതിൽ വേറെ കാര്യം പറയണോ? 8/18, അതായത് 2 വിധി. ആൾറെഡി ആളുടെ കേസിന്റെ വിധി 8-ാം തീയതി ആയിരുന്നു. ഇനി സിനിമയുടെ വിധി 18-ാം തീയതി, ഡിസംബർ 18. ഏതാ ടൈമിംഗ്? അപ്പം ഓക്കെ, കടക്കാണ് നമ്മള് പരിപാടിയിലേക്ക്. റെഡി? നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാണ്. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്ക് പറയുന്നു സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങി. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. ഇന്നും കൊഞ്ചം വേണമാ. പലതും നമ്മൾ കേട്ടില്ല. ഒന്നുകൂടെ കേട്ടോ. ഇനി സൈലന്റ് ആയിട്ടിരുന്ന്, പക്ഷെ സൈലന്റ് ആകാൻ പറ്റൂല. ഇത് പ്രതീക്ഷിച്ചത് ചെറിയൊരു ബിരിയാണിയാണ്. സത്യം. ഇത് ഒട്ടക മന്തിയാണ്. നമുക്ക് ട്രെയിലർ നമ്മളാകെ ഒരു ഷോട്ട് പ്രതീക്ഷിക്കുക. അതെ, കിട്ടിയത് ഇത് ആദ്യം നമ്മള് അങ്ങ് ആരവത്തോടെ സ്വീകരിച്ചു. അതിനുശേഷം വീണ്ടും ലാലേട്ടൻ ഒരുമിച്ച വരവെന്താ. അതാണ് അതിന്റെ തൊട്ട് മുന്നത്തെ ഒരു ഡയലോഗ് കൂടി ഉണ്ട്. അണ്ണനും അനിയനും കൂടി ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് ഓരോന്ന് കാണിച്ചോണ്ട്. മോനെ, ഇനി സൈലന്റ് ആയിട്ടൊന്ന് കാണട്ടെ, ഫുൾ കേക്കട്ടെ, ഇത് ഒച്ച ഉണ്ടാക്കരുത്. സത്യമായിട്ട്. അതായത് ഒരു ബാക്ക് ഷോട്ട് ധാരാളമായിരുന്നു. അതിൽ തന്നെ തൂക്കുമായിരുന്നു. ഇതിപ്പോ ഇമാതിരി തൂക്ക്. എന്താണിത്? കാണാം, കേട്ടല്ലോ പറഞ്ഞത്. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ
I will take you to the miraculous universe of the most wanted person you're searching for. ഇത് ഞാൻ കലക്കും. മുകുന്ദനും വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ആർക്ക് വിളിക്കണം? എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങുന്നു. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു കാലമായിരുന്നു. മതിയാ. ഇത് ധാരാളം അണ്ണാ, ഇത് ധാരാളം. ഇനി ഒന്നും വേണ്ട, ഇത്രയും കിട്ടിയാ മതി. ഇതായിരുന്നു കാത്തിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്റെ മോനെ ഏതാ സാധനം പോളി. അത് ഈ ഏജ് കുറഞ്ഞിട്ടുള്ള സമയത്തുള്ള അത് ഫ്ലാഷ് ബാക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ. അതാണ് ആ തുണിയെ കൊടുത്ത് നടന്നു വരുന്നത്. കോസ്റ്റ്യൂം ഒക്കെ എന്താ രസം. എന്റെ മോനെ അയ്യോ, ശരിക്കും ഈ ലുക്കിലേ ലാലേട്ടൻ മുഴുനീളൊരു സിനിമ ആയിരുന്നു അല്ലേ? ശരിക്കും നമ്മള് കൊറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. മീശയൊക്കെ പിരിച്ചിട്ടുണ്ടേ. നല്ല രസമുണ്ട്, കിടിലനായിട്ടുണ്ട്. കിടിലൻ ട്രെയിലർ എന്ന് പറഞ്ഞാൽ കിടിലൻ ട്രെയിലർ. ഉറപ്പായിട്ടും തൂക്കിയടി ആയിരിക്കും അതിനകത്ത്, നോ ഡൗട്ട്. ആവേശം കേറണല്ലോ, ആവേശം കേറണല്ലോ. ഞാൻ വീണ്ടും ഇത് തിയേറ്ററിൽ എന്തായിരിക്കും പൊളിപ്പൊളി. എനിക്ക് വാക്കുകൾ അടിപൊളി ഐറ്റം. വേണമെങ്കിൽ ഗോപി സുന്ദർ ക്ഷമിക്കണം, ഞങ്ങള് ബിജിഎം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ സത്യമായിട്ടും. പക്ഷെ പറ്റിയ വൈബ് അല്ല, ആ ഒരു ട്രെയിലറിന്റെ വൻ വൈബ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഒരു രസം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ശ്രദ്ധ പോയില്ല. Yes. ഒരുപാട് റെഫറൻസുകളുണ്ട്, ഒരുപാട്. പിന്നെ ഇന്നത്തെ സാഹചര്യമായിട്ട് പലതും പല കാര്യങ്ങളും ഡയലോഗ് അത് തന്നെ അവർ തെരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയുമായി ബന്ധപ്പെടുത്തിയുള്ള രീതിയിൽ ഇതൊരു കംബാക്ക് ആക്കുന്ന രീതിയിലുള്ള 6 ഡയലോഗുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ മൊത്തത്തിലുള്ള കുറച്ച് പരിപാടികൾ, അതായത് ശരിക്കും ഭീകര ഐറ്റമാണെന്നുള്ളത് കാണിച്ചു തന്നു. കുറച്ചൊന്നും ആയിരിക്കും അല്ലേ? കുറച്ചൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇത് വെട്ടി ഒതുക്കണമെങ്കിലേ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. ഇന്ത നടപ്പോതുമാ ഇന്ന കൊഞ്ചം വേണമാ, ഇത് ധാരാളം. കൊതിയായിട്ട് പാടില്ല സിനിമ പെട്ടെന്ന് റിലീസായിട്ട്. ഇതിന്റെ ഒഫീഷ്യൽ ടീസർ വന്നപ്പം അതായത് നല്ല വരവേൽപ്പാണ് അതിന് കിട്ടിയത്. പക്ഷെ ചിലർക്കൊക്കെ അത്രക്ക് വലിയൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എല്ലാരും അതിലും ലാലേട്ടനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സൗണ്ട് കൊടുത്തതുകൊണ്ട് മാത്രം അതിൽ ഒതുങ്ങിപ്പോയായിരുന്നു. പക്ഷെ ഇതില് തീയായിട്ടുണ്ട്. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? കറക്റ്റാ, തുടങ്ങാം. 18-ാം തീയതി എന്തായിരിക്കും? 18-ാം തീയതി ഉത്സവം, ഏതാണെങ്കിലും സത്യം അന്ന് മറ്റൊരു വിധിയാണേ. വിധി എങ്ങനെയാന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ച് ഏറ്റെടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം. അതായത് സിനിമ വേറെ, മറ്റുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നിലപാടും അങ്ങനെ തന്നെ. അത് എന്നും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഉണ്ട്. രാഷ്ട്രീയമല്ല, മതമല്ല, പേഴ്സണൽ ലൈഫും ഇല്ല. അത് അവരുടെ കാര്യങ്ങൾ. നമ്മള് സിനിമ ആ രീതിയിൽ ഞങ്ങൾ ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് സിനിമ അല്ലാതെ വേറെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിന്റെ നിലപാട് അറിയിക്കാം. തീർച്ചയായിട്ടും. അതല്ല നമ്മുടെ ഈ കാര്യത്തിലുള്ളത്. സിനിമയിൽ നമ്മൾ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറില്ല. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇവിടെ സിനിമ കാണാൻ പറ്റൂല. ഉള്ള കാര്യം പറയാതെ ആരും സിനിമ ഉണ്ടാവൂല. എന്താണെങ്കിലും പോളി സാധനം, പോളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. സത്യം. ഓക്കെ, ബൈ. ബ്ലാക്ക് ഇട്ടാ മതിയായിരുന്നു. ഞാൻ ദിലീപിന്റെ പിടിച്ചതാ. അത് കുഴപ്പമില്ല, ഞാൻ ലാലേട്ടനെ പിടിച്ചിട്ടുണ്ടല്ലോ. ടീഷർട്ട് വേണ്ടായിരുന്നു, ഷർട്ട് ആക്കണമായിരുന്നു. ഷർട്ട് വേണമായിരുന്നു.